മുന്നണിയിൽ ആർക്കും മുന്നണിയിൽ ഞാൻ പറഞ്ഞു 20 മന്ത്രിമാരും ഉണ്ടല്ലോ, ആർക്കെങ്കിലും അതിനകത്ത് വ്യത്യസ്തമായ വനം വകുപ്പ് മന്ത്രി പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ചിലപ്പോൾ ഉദ്യോഗസ്ഥർ തെറ്റിദ്ധരിപ്പിച്ചതായിരിക്കാം. പക്ഷേ കൃത്യമായി ഇതിനകത്ത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ക്ലോസും കാര്യങ്ങളും സബ് ക്ലോസും പഴയതും പുതിയതും എടുത്ത് പഠിച്ചിട്ടാണ് പറയുന്നത്. ഇത് വളരെ ഗൗരവത്തിൽ തന്നെ കാണുന്നതാണ്. ഇത് കർഷകർക്ക് ബുദ്ധിമുട്ടുണ്ടാകും. ഇപ്പോൾ തന്നെ വന്യമൃഗ വിഷയവുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടാണ്. ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? ഈ ഒബ്ജക്റ്റീവ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവർക്കൊരു വിഷമം ഉണ്ടാകുന്നു. കാട്ടിനകത്ത് ആരെങ്കിലും പിടിച്ചു കഴിഞ്ഞാൽ അവരെ അറ്റാക്ക് ചെയ്യാൻ, അവരെ ബുദ്ധിമുട്ടിപ്പിക്കാൻ കർഷകർ വരുന്നു എന്നുള്ള രീതിയിലാണ്. ഇത് നമ്മുടെ കർഷകരെ അവിടെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം. ഇനി ഒരു വന്യമൃഗം പുറത്തേക്ക് വരുമ്പോൾ വന്യമൃഗത്തിനെ സംരക്ഷിക്കേണ്ടതാരാണ്? ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരല്ലേ? ആ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ ഉത്തരവാദിത്വമാണ് വന്യമൃഗത്തിനെ വനത്തിനകത്ത് നിലനിർത്തുക എന്നുള്ളതാണ്. വനത്തിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവർ അച്ചടക്ക നടപടി നേരിടാൻ തയ്യാറാണോ? എന്തിനാണ് ഈ കർഷകരെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത്? ഇപ്പോൾ ഒരു കെണി വെച്ച് ഒരു വന്യമൃഗം അതിൽപ്പെട്ട് കൊല്ലപ്പെട്ടാൽ എന്തിനാണ് ഒരു കർഷകനെ കുറ്റക്കാരനാക്കുന്നത്? അവൻ്റെ പ്രൈവറ്റ് പ്രോപ്പർട്ടി അല്ലേ, അവൻ്റെ സ്വത്തല്ലേ, അതിന് അധികാരമില്ലേ? അതിലേക്ക് കടന്നു വന്നാൽ എന്ത് ചെയ്യും? അതിനെന്തിനാ ഒരു വ്യക്തിയെ കുറ്റപ്പെടുത്തുന്നത്? അപ്പോൾ അതിനൊക്കെ ഒരു നിയമ ഭേദഗതി ആവശ്യമാണ്. അതിനുവേണ്ടി പോരാട്ടം നടത്തും. അല്ല, ഞാൻ അതിൻ്റെ കൃത്യമായി പറഞ്ഞല്ലോ. കൃത്യമായി മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട ഇതിൻ്റെ കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് അതിൻ്റെ ഗൗരവം മനസ്സിലാക്കി ഒരു കാരണവശാലും ഇതുമായി ബന്ധപ്പെട്ട ദോഷകരമായ ഒന്നും ഉണ്ടാവില്ല.